ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു കർട്ടൻ വോൾ ആണ്. ആർക്കിടെക്ചർ ടാബിൽ തന്നെ വോൾ ആർക്കിടെക്ചറിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് വരുന്നതാണ് കർട്ടൻ വോൾ. കർട്ടൻ വോളിൽ തന്നെ 3 ടൈപ്പ് കർട്ടൻ വോൾ വരുന്നുണ്ട്. കർട്ടൻ വോൾ, എക്സ്റ്റീരിയർ ഗ്ലേസിംഗ് ആൻഡ് സ്റ്റോർ ഫ്രണ്ട്. സോ ഒരു ബേസിക് കർട്ടൻ വോൾ വരച്ച് അതിനുശേഷം ഒരു എക്സ്റ്റീരിയർ ഗ്ലേസിങ്ങും അതുപോലെ സ്റ്റോർ ഫ്രണ്ട് 3 കർട്ടൻ വോളും ഇവിടെ വരയ്ക്കുന്നുണ്ട്. ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് കർട്ടൻ വോൾ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ഗ്രിഡ്സ് ഒന്നും ഇല്ല, മുള്ളിയൻസും ഇല്ല. സെക്കൻഡ് ടൈപ്പ് കർട്ടൻ വോൾ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഗ്രിഡ്സ് വരുന്നുണ്ട്. തേർഡ് ടൈപ്പ് ആണെങ്കിൽ ഗ്രിഡ്സും മുള്ളിയൻസും വരുന്നുണ്ട്. ഇതാണ് 3 കർട്ടൻ വോളും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ഇനി ഈ ഒരു പ്ലെയിൻ കർട്ടൻ വോളിൽ തന്നെ ഇതുപോലെ ഗ്രിഡ്സും മുള്ളിയൻസും ആഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ 2 മെത്തേഡാണ് വരുന്നത്. ഇതിനൊന്ന് ഐസൊലേറ്റ് ചെയ്യാണ്. HI ആണ് ഐസൊലേറ്റ് ചെയ്യാനായിട്ട് ഷോർട്ട് കീ. ഫ്രണ്ട് വ്യൂയിലേക്ക് ആക്കി. ഇനി ഇതിലേക്ക് ഗ്രിഡ്സ് ആഡ് ചെയ്യുന്നതിന് വേണ്ടി എഡിറ്റ് ടൈപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ടൈപ്പിൽ തന്നെ നമുക്ക് ഇവിടെ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. എക്സ്റ്റീരിയർ വോൾ ആണോ ഇന്റീരിയർ വോൾ ആണോ എന്നുള്ളത് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഗ്രിഡ്, വെർട്ടിക്കൽ ഗ്രിഡ് എങ്ങനെ പ്ലേസ് ചെയ്യാം എന്നുള്ളത്. ഒരു ഫിക്സഡ് ഡിസ്റ്റൻസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ആ ഡിസ്റ്റൻസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫിക്സഡ് ഡിസ്റ്റൻസിൽ ഇതുപോലെ ഗ്രിഡ്സ് വരും. ബാക്കിയുള്ള റിമൈനിങ് എത്രയാണോ ഉള്ളത് അത് അതുപോലെ ഇവിടെ ഉണ്ടാവും. അപ്പൊ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 1500 ആണ് വരുന്നത്. പക്ഷെ ഈ ഒരു പോയിന്റിൽ 1000 ആണ് വരുന്നത്. കാരണം ഫിക്സഡ് ഡിസ്റ്റൻസ് വെച്ച് ബാക്കി റിമൈനിങ് ആയിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്കത് ചേഞ്ച് ചെയ്ത് ഈക്വൽ ഡിസ്റ്റൻസിൽ ഡിവൈഡ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ ഈ വോളിനെ സെലക്ട് ചെയ്ത് എഡിറ്റ് ടൈപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നുണ്ട്. ഈ ഫിക്സഡ് ഡിസ്റ്റൻസ് അല്ലാതെ നമുക്ക് ഫിക്സഡ് നമ്പർ, മാക്സിമം സ്പേസിംഗ്, മിനിമം സ്പേസിംഗ്. മാക്സിമം ഇത്ര സ്പേസിംഗ് കൊടുത്തു കഴിഞ്ഞാൽ 1500 വരെയുള്ള ഒരു വാല്യൂവിന്റെ ഉള്ളിൽ ഡിവൈഡ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ ആ ഒരു വാല്യൂ കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഡിവൈഡ് ചെയ്തെടുക്കാം. ഇനി മിനിമം സ്പേസിംഗ് ആണെന്നുണ്ടെങ്കിൽ അതുപോലെ മിനിമം ഒരു വാല്യൂ കൊടുക്കാം. ആ മിനിമം ആ വാല്യൂവിനുള്ളിലുള്ള ഒരു വാല്യൂ എടുത്ത് ഡിവൈഡ് ചെയ്യണം. സോ ഇതുപോലെ മിനിമം സ്പേസിംഗും യൂസ് ചെയ്ത് ഡിവൈഡ് ചെയ്തെടുക്കാം. ഇനി ഫിക്സഡ് ആയിട്ട് ഒരു നമ്പർ ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഫിക്സഡ് നമ്പർ ഇവിടെ ആഡ് ചെയ്തതിന് ശേഷം ആ നമ്പർ എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് പ്രോപ്പർട്ടി പാലറ്റിലാണ് നമ്പർ എഡിറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ വരുന്നത്. എത്ര നമ്പർ വേണം എന്നുള്ളത് നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഗ്രിഡ്സ് ക്രിയേറ്റ് ചെയ്യാം. ഇതേ സെയിം സ്റ്റെപ്പ് യൂസ് ചെയ്തിട്ട് ഹൊറിസോണ്ടൽ ആയിട്ടും ഗ്രിഡ്സ് ക്രിയേറ്റ് ചെയ്യാം. ഹൊറിസോണ്ടൽ ആയിട്ട് ഗ്രിഡ്സ് ക്രിയേറ്റ് ചെയ്യാനും ഇവിടെ ലേഔട്ട്, ഏതാണോ ലേഔട്ട് വേണ്ടത് ആ ഒരു ലേഔട്ട് സെലക്ട് ചെയ്യാം, ഗ്രിഡ്സ് ക്രിയേറ്റ് ചെയ്യാം. ഇതേ സെയിം സ്റ്റെപ്പ് മുള്ളിയൻസ് ക്രിയേറ്റ് ചെയ്യാനും ഇതിനുള്ള ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എഡിറ്റ് ടൈപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ തന്നെ മുള്ളിയൻസ്. സോ ഇവിടെ ഹൊറിസോണ്ടൽ മുള്ളിയൻസും വെർട്ടിക്കൽ മുള്ളിയൻസിലും ഇന്റീരിയർ ടൈപ്പും ബോർഡർ 1ഉം ബോർഡർ 2. ഈ ഒരു വോൾ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ബോർഡർ 1, ഇതാണ് ബോർഡർ 2. ഇതിന്റെ ഉള്ളിൽ വരുന്നത് ഇന്റീരിയർ ടൈപ്പ്. ഹൊറിസോണ്ടൽ എടുത്താലും ഇതാണ് ബോർഡർ 1, ഇതാണ് ബോർഡർ 2. ബാക്കി ഉള്ളിൽ വരുന്നതെല്ലാം ഇന്റീരിയർ ടൈപ്പ്. സോ ഈ ഒരു എഡിറ്റ് ടൈപ്പ് എടുത്തിട്ട് നമുക്ക് ഇതേ സെയിം സ്റ്റെപ്പ് യൂസ് ചെയ്തിട്ട് ഇതിലേക്ക് ഇന്റീരിയർ ടൈപ്പിലേക്കും ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ബോർഡർ 1ഉം ബോർഡർ 2ഉം കുറച്ചും കൂടി ഡയമീറ്റർ കൂടി, റേഡിയസ് കൂടിയിട്ടുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇന്റീരിയറിൽ ഡയമീറ്റർ കുറഞ്ഞത്, റേഡിയസ് കുറഞ്ഞത് നമുക്ക് പ്ലേസ് ചെയ്ത് കൊടുത്തു. ഇതുപോലെ ഗ്രിഡ്സും മുള്ളിയൻസും അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഗ്രിഡ്സും മുള്ളിയൻസും ഈ ഒരു കർട്ടൻ വോളിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി ഈ ഒരു കർട്ടൻ വോൾ ഇതിലേക്ക് ഞാൻ ഈ ഒരു ലേഔട്ട് ഒക്കെ ചേഞ്ച് ചെയ്ത് നന്നാക്കാൻ പോവാണ്. ഗ്രിഡ്സും മുള്ളിയൻസും എല്ലാം മാറ്റി ഇതുപോലൊരു വോള്. ഇനി ഇതിൽ നമുക്ക് അടുത്തൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ടും ഗ്രിഡ്സും മുള്ളിയൻസും പ്ലേസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആർക്കിടെക്ചർ ടാബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കർട്ടൻ ഗ്രിഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. കർട്ടൻ ഗ്രിഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേസ്മെന്റ് പാനലിൽ 3 ഓപ്ഷൻ ആണ് വരുന്നത്. ഓൾ സെഗ്മെന്റ്, വൺ സെഗ്മെന്റ്, ഓൾ എക്സെപ്റ്റ് പിക്. ഓൾ സെഗ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് പ്ലേസിലാണോ ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ത്രൂ ഔട്ട് ആ 2 ഗ്രിഡിനെയും കണക്ട് ചെയ്ത് ഗ്രിഡ് ക്രിയേറ്റ് ആയി വരും. ഇവിടെ കർട്ടൻ ഗ്രിഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ത്രൂ ഔട്ട് ആയിട്ട് ഗ്രിഡ് ക്രിയേറ്റ് ആയി വരും. നമ്മുടെ ഗ്രിഡിന്റെ കൂടെ മുള്ളിയൻ ആഡ് ആയി വരുന്നത് നമ്മൾ ആ കർട്ടൻ വോൾ കൊടുത്തപ്പോൾ അതിലേക്ക് ഈ മുള്ളിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് ഗ്രിഡിന്റെ ടോപ്പിൽ ഈ ഒരു മുള്ളിയനും കൂടി ആഡ് ആയി വരുന്നത്. ഇതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം.
നമ്മുടെ ഗ്രിഡ് മാത്രമായി. ആർക്കിടെക്ചർ ടാബിൽ ബിൽഡ് പാനലിൽ നിന്നും കർട്ടൻ ഗ്രിഡ് സെലക്ട് ചെയ്തു. എവിടെയാണോ പ്ലേസ് ചെയ്യുന്നത് അവിടെ ഗ്രിഡ് പ്ലേസ് ചെയ്തു. ഇനി വൺ സെഗ്മെന്റ്, നമുക്ക് ഈ രണ്ട് ഗ്രിഡ് ലൈനിന്റെ ഉള്ളിൽ മാത്രമായിട്ട് ഒരു ഗ്രിഡ് ലൈൻ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ത്രൂ ഔട്ട് വരാതിരിക്കാനായിട്ട് വൺ സെഗ്മെന്റ് ചൂസ് ചെയ്ത് ഇതുപോലെ രണ്ട് ഗ്രിഡ് ലൈനിന്റെ ഉള്ളിലായിട്ട് ഗ്രിഡ്സ് പ്ലേസ് ചെയ്യാം. ഇനി ഓൾ എക്സെപ്റ്റ് പിക്ഡ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് പോയിന്റ് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് പിക്ക് ചെയ്ത പോയിന്റിനുള്ളിൽ വരാതെ, ഈ രണ്ട് പോയിന്റിനുള്ളിൽ വരാതെ ബാക്കിയുള്ള ത്രൂ ഔട്ട് പോയിന്റിൽ ആ ഗ്രിഡ് വരുന്നുണ്ടായിരിക്കും. ആദ്യത്തെ പോയിന്റ് ഇവിടെയും രണ്ടാമത്തെ പോയിന്റ് ഇവിടെയും പിക്ക് ചെയ്തു, എൻ്റർ ക്ലിക്ക് ചെയ്തു. അപ്പൊ ആ പിക്ക് ചെയ്ത പോയിന്റിൽ ഒഴിച്ച് ബാക്കി എല്ലാ പോയിന്റിലും ഗ്രിഡ്സ് ക്രിയേറ്റ് ആയിട്ട് വന്നു. ഇനി അവിടേക്ക് മുള്ളിയൻസ് പ്ലേസ് ചെയ്യുന്നതിനായിട്ടും സെയിം സ്റ്റെപ്പ്. മുള്ളിയൻസ് സെലക്ട് ചെയ്യാം, ഗ്രിഡ് ലൈൻ ത്രൂ ഔട്ട് ഗ്രിഡ് ലൈനിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രിഡ് ലൈൻ ചെയ്യാം. രണ്ട് ഗ്രിഡ് ലൈനിന്റെ ഉള്ളിലായിട്ടുള്ള സെഗ്മെന്റിൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഗ്രിഡ് ലൈൻ സെഗ്മെന്റ് സെലക്ട് ചെയ്യാം. ഓൾ ഗ്രിഡ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ഗ്രിഡ് ലൈൻസും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ത്രൂ ഔട്ട് ആയിട്ട് ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യാം, ഗ്രിഡ്സും മുള്ളിയൻസും. ഇനി ഇവിടുത്തെ ഗ്രിഡും മുള്ളിയൻസും ഒക്കെ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ വോളിന്റെ സെലക്ഷൻ ത്രൂ ഔട്ട് കിട്ടുന്നുണ്ടായിരിക്കും. എഡിറ്റ് ടൈപ്പ് എടുത്ത് ഗ്രിഡ് മുള്ളിയനും എഡിറ്റ് ചെയ്യാം. അതല്ലാതെ ഗ്ലാസ് പാനൽ മാത്രമായിട്ട് സെലക്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടാബ് കീ യൂസ് ചെയ്തിട്ട് ഇവിടെ ഇതുപോലെ നമുക്ക് ഓരോ ടാബ് ഒരു വട്ടം ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പാനലിന്റെ സെലക്ഷൻ, ഒരു വട്ടം കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഗ്രിഡിന്റെ സെലക്ഷൻ, ഒരു വട്ടം കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ മുള്ളിയന്റെ സെലക്ഷൻ, അങ്ങനെ ഓരോ സെലക്ഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പാനലിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പാനൽ സെലക്ട് ചെയ്ത് എഡിറ്റ് ടൈപ്പ് ക്ലിക്ക് ചെയ്ത് പാനലിലെ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം.